എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ട്രാൻസിൽ പോകും. അപ്പുറത്തേക്ക് നാളെ ബോറടിപ്പിച്ചിട്ട് ഓർക്കും. അതാണ് റിസോർട്ടിൽ മെത്തേഡിൻ്റെ കാതൽ എന്ന് പറയുന്നത്. സൈക്കിക് എന്ന് പറഞ്ഞാൽ അതല്ല. മഴക്കാർ മാനത്ത് കണ്ടാൽ മതി അത്ര കുട്ടിക്ക് കരച്ചില്ല, പേടിയാണ്. മഴ പെയ്യുന്നത് മഴക്കാർ മാനത്ത് കണ്ടാൽ അത് ഇരുണ്ട് മൂടി നിൽക്കില്ലേ, അത് കണ്ടാലേ കുട്ടിക്ക് പേടിയായി. ഈ സമയത്ത് അവിടെ സ്പിറ്റിംഗ് കോബ്ര വരെയുണ്ട് ആഫ്രിക്കയിൽ. നമ്മൾ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മരം താഴത്തേക്ക് വീഴുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് പടപടാതെ കുറേ അധികം പാമ്പുകൾ വീഴും. അത് നല്ല ഉഗ്ര വിഷമുള്ള പാമ്പുകളായിരിക്കും. മനസ്സിലായില്ലേ? ഒരു വലിയ ഗവൺമെൻറ് ഓഫീസറുടെ മകളാണ്. പഠിക്കാൻ ഒരു താല്പര്യമില്ല, ഒരാൾ പറഞ്ഞാൽ അനുസരിക്കില്ല. നാക്കെടുത്താൽ രണ്ട് കാര്യത്തിനെ വായോർക്കുന്നു, ഒന്ന് കള്ളം പറയാൻ, ഒന്ന് ഭക്ഷണം കഴിക്കാൻ. ഇങ്ങനെ ഒരുപാട് ക്യാരക്ടർ പ്രോബ്ലംസ് ഉള്ളൊരു കുട്ടിയായിരുന്നു. ഷീ സ്റ്റഡിങ് സോ ഗുഡ് നൗ. അപ്പോൾ അവളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം എന്നെ വിളിക്കും, എല്ലാ കാര്യങ്ങളും പറയും. കള്ളം പറയുന്ന പരിപാടി നിർത്തി. അങ്ങനെയുള്ള ക്യാരക്ടറിൽ ഭയങ്കര മാറ്റം. ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന അവരുടെ ചുറ്റുപാട് കൊണ്ടായിരിക്കും. പ്രശ്നങ്ങൾ വരുന്നതിന് അയാൾ വിചാരിക്കാതെ ഒരിക്കലും അയാളെ ഹിപ്നോട്ടിസം പറ്റില്ല. പറ്റുന്ന കാര്യങ്ങളുണ്ട്, വേറെ വഴികളുണ്ട്, അത് വേറെ. അതാണ് ഞാൻ പറഞ്ഞ സൈക്കിക് മെത്തേഡ്. അയാൾ പോലും അറിയുന്നില്ല. എറിക്സോണിയൻ മെത്തേഡ്, അതിലൊന്നും അദ്ദേഹത്തിൻ്റെ പെർമിഷനും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. എറിക്സോണിയൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ ഞാനൊരു പരുവാക്കി എടുത്ത് നിങ്ങളുടെ പ്രാന്തായി നിങ്ങൾ ഉറങ്ങിപ്പോകും. അതാണ് എറിക്സോണിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ട് നിങ്ങൾ ബോറടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ട്രാൻസിൽ പോകും. അപ്പുറത്തേക്ക് നാളെ ബോറടിപ്പിച്ചിട്ട് ഓർക്കും. അതാണ് എറിക്സോണിയൻ മെത്തേഡിൻ്റെ കാതൽ എന്ന് പറയുന്നത്. സൈക്കിക് എന്ന് പറഞ്ഞാൽ അതല്ല. നിങ്ങളൊരു മെഡിറ്റേഷനിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതിലും നിങ്ങളുടെ സഹകരണം വേണം, സമ്മതം വേണ്ട. രണ്ടും രണ്ടാണ്. സഹകരിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. ഈ ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഫീലിംഗ് എനിക്ക് ഇവിടുന്ന് ഇഞ്ചക്ട് ചെയ്ത് തരാൻ പറ്റില്ല. നിങ്ങൾ സ്വയം വിചാരിക്കണം എനിക്കൊരു ഫീലിംഗ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. കണ്ണടയ്ക്കൂ. ഓക്കെ, നല്ല പോലെ ശ്വാസം വലിച്ചു വിടൂ. മുകളിൽ നിന്നും നിങ്ങളുടെ നെറുകയിലേക്ക് അതിശക്തമായ എന്നാൽ വളരെ സുഖകരമായ ഒരു പ്രകാശം വന്ന് പതിക്കുന്നതായി സങ്കല്പിക്കും. ആ ഊർജം നിങ്ങളുടെ നെറുകയിൽ വന്ന് പതിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ മാംസപേശികളും അഴഞ്ഞ് തളർന്ന് അവിടെയുള്ള എല്ലാ അസ്വസ്ഥതകളെയും എടുത്തു മാറ്റുന്നതായി ഫീൽ ചെയ്യുക. ഫീൽ ഇറ്റ്, അനുഭവിച്ച് അറിയുക. 1 2 3 ഓപ്പൺ യുവർ ഐസ്. ഫീൽ ചെയ്തോ? അറിഞ്ഞോ? കുറച്ച് അറിഞ്ഞല്ലോ. അത് നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാവുള്ളൂ. ഞാനിവിടെ നിന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഫീലിംഗ് വരില്ല. അപ്പോൾ ഹിപ്നോസിസിൽ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട നിങ്ങളെ ഹിപ്നോസിസിൽ കൊണ്ടുപോകാനായിട്ട്. പക്ഷേ നിങ്ങളുടെ സഹകരണം വേണം. ഞാൻ പറയുന്ന ഫീൽ ചെയ്യാൻ പറയുമ്പോൾ ഫീൽ ചെയ്തെങ്കിൽ മാത്രമേ മുമ്പാക്കും പിന്നെ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് സൈക്കിക് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. ഞാൻ ഒരാളെ വിളിച്ച് എൻ്റെ മുമ്പിൽ വരുന്നൊരു ക്ലയൻറ്റിനോട് ഞാൻ പറയാണ്, ഓക്കെ ഞാൻ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അയാളുടെ മനസ്സ് പകുതി പോയി. അയാൾ അപ്പോഴേ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതാണ് ഹിപ്നോസിസ്. എൻ്റെ ആ രഹസ്യം അറിയും. ഇപ്പോൾ അത്യാവശ്യം വേലിയാട്ടം ചാറ്റിങ്ങൊക്കെ ഉള്ള പാർട്ടികളായിരിക്കും. ഇതൊക്കെ ഇവൻ അറിയും. ഇവൻ അറിഞ്ഞാൽ പ്രശ്നമാകും. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, എല്ലാവർക്കും അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഒരു ഇതിലങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് സക്സസ് ആവില്ല. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിങ് നമുക്ക് പറ്റും. ബ്ലൂ പ്രിൻ്റ് കറക്ഷനെ കൂടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് പറ്റും. പിന്നെ അകാരണമായിട്ടുള്ള പേടി, എന്തിനാണെന്നറിയില്ല നിങ്ങൾക്കൊരു പേടി. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ 6 വയസ്സുള്ളൊരു കുട്ടിയെ കൊണ്ടുവരുന്നുണ്ട്. തിങ്കളാഴ്ച ചൊവ്വാഴ്ച കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. മഴക്കാർ മാനത്ത് കണ്ടാൽ മതി അത്ര കുട്ടിക്ക് കരച്ചില്ല, പേടിയാണ്. മഴ പെയ്യുന്നത് മഴക്കാർ മാനത്ത് കണ്ടാൽ അത് ഇരുണ്ട് മൂടി നിൽക്കില്ലേ, അത് കണ്ടാലേ കുട്ടിക്ക് പേടിയായി. ഇടിവെട്ട് ഇടിമിന്നലെന്നൊക്കെ പറഞ്ഞാൽ പോയി, കുട്ടി കയ്യിൽ നിന്ന് പോയി, അത്രയും പേടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഫോബിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പാമ്പിനെ പേടിയില്ലാത്തവരുണ്ടാവില്ല. മിക്കവാറും എല്ലാവർക്കും പാമ്പിനെ പേടി. ആ പാമ്പിനെ പേടി എന്നുള്ളത് പാമ്പിനെ കാണുമ്പോൾ മാത്രമുള്ള പേടിയാണെങ്കിൽ അതിന് പേടിയെന്നേ പറയാൻ പറ്റുള്ളൂ. അത് പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളൊരു പാമ്പിനെ പേടിയില്ലാണ്ട് കാലുകൊണ്ട് ഒരു തട്ടുകൊണ്ട് തന്നെ ആ ഒരു കടി കടിച്ച് നിങ്ങളുടെ പണി കഴിയും. ഫോബിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കുണ്ടായിരുന്നു മുമ്പ്. നിങ്ങളൊരു പേപ്പറിൽ എനിക്ക് പാമ്പെന്ന് എഴുതി കാണിച്ചാൽ മതി, ഞാൻ പേടിക്കും. മനസ്സിലായോ? കാണുമ്പോഴത്തെ സ്ഥിതി പറയേ വേണ്ട, അത്രയും പേടിയാണ്. ഞാൻ ചാടി ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വരെ കയറിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ പണ്ട്.
ആൻഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് ആഫ്രിക്കൻ കാടുകളിലായിരുന്നു എൻ്റെ ജോലി മുഴുവൻ. മരം വെട്ടി ഇൻ്റർനാഷണലി ബിസിനസ് ചെയ്യില്ലേ, അതായിരുന്നു എൻ്റെ കുറേ കാലത്തെ ജോലി. ഈ സമയത്ത് അവിടെ സ്പിറ്റിംഗ് കോബ്ര വരെയുണ്ട് ആഫ്രിക്കയിൽ. നമ്മൾ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മരം താഴത്തേക്ക് വീഴുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് പടപടാതെ കുറേ അധികം പാമ്പുകൾ വീഴും. അത് നല്ല ഉഗ്ര വിഷമുള്ള പാമ്പുകളായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ കണ്ട് 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 പേടി മാറി പോയി. പിന്നെ ഫോബിയ ആയിരുന്നു, അതെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെങ്ങ് മാറ്റിയെടുത്തു. NLPയിൽ അതിനുള്ള ട്രിക്സ് ഉണ്ട് ഫോബിയ മാറ്റാനായിട്ട്. അപ്പോൾ അത് മാറ്റി. അങ്ങനെ ഒരുപാട് ഫോബിയാസ് ഞാൻ ഹിപ്നോസിസിൽ കൂടി മാറ്റിയിട്ടുണ്ട്. NLP ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പറ്റും നമുക്ക്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് മെയിൻ ഹാർഡായിട്ടുള്ള വലിയ വലിയ അസുഖങ്ങളുണ്ടല്ലോ, സ്കിസോഫ്രീനിയ പോലത്തെ, അതെല്ലാം ഒഴികെ ഒരുമാതിരി സാധാരണത്തിൽ പെട്ട മാനസിക രോഗങ്ങളെല്ലാം നമുക്ക് ഇതിൽ കൂടെ മാറ്റിയെടുക്കാൻ പറ്റും. സാറിൻ്റെ അടുത്തേക്ക് വരുന്ന കൂടുതൽ ആളുകൾ എന്ത് വിഷയമായിട്ടായിരിക്കും കൂടുതലും വരുന്നത്? ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, ഹോട്ട് ടെമ്പേർഡ് ആൾക്കാരുണ്ട്, അത് പെട്ടെന്ന് ദേഷ്യം വരാം, എന്തിനോടും ഏതിനോടൊക്കെ ദേഷ്യം, വീട്ടിലൊന്നും മിണ്ടാൻ പറ്റില്ല ഒരാൾക്ക്, അപ്പോഴേക്കും ദേഷ്യപ്പെടുക, കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ വലിച്ചെറിയുക, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. സ്റ്റുഡൻസ് കണ്ടമാനുണ്ട്. എനിക്ക് ഒരുപാട് പിള്ളേർ ഈ പഠിത്തത്തിൻ്റെ പ്രശ്നം പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ സ്കൂളുകളിൽ ചെന്ന് ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. എന്നെ കാണാനായിട്ട് പേഴ്സണലായിട്ട് വരുന്നവരുണ്ട്. പിന്നെ ഡിപ്രഷൻ ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട്. ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. നിങ്ങളുടെ ക്യാരക്ടർ ടോട്ടലി നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു സിറ്റിങ്ങിലൊന്നും നടക്കില്ല. അത് സമയം പിടിക്കുന്നതാണ്. 2 3 ചിലപ്പോൾ 4 മാസം പിടിക്കും. നിങ്ങളുടെ സസെപ്റ്റബിലിറ്റി പോലെ ഇരിക്കും അത് മാറിയെടുക്കുന്നത്. ഇപ്പോൾ ചെന്നൈയിൽ നിന്നൊരു കുട്ടി വരുന്നുണ്ട് എൻ്റെ അടുത്ത്, കഴിഞ്ഞ 3 മാസമായിട്ട് വന്നുകൊണ്ടിരിക്കുക. പഠിക്കുക എന്ന് പറഞ്ഞ ഒരു താല്പര്യമില്ലാത്തൊരു വിഷയം. ഒരു വലിയ ഗവൺമെൻറ് ഓഫീസറുടെ മകളാണ്. പഠിക്കാൻ ഒരു താല്പര്യമില്ല, ഒരാൾ പറഞ്ഞാൽ അനുസരിക്കില്ല, നാക്കെടുത്താൽ 2 കാര്യത്തിനെ വായോർക്കുന്നു, ഒന്ന് കള്ളം പറയാൻ, ഒന്ന് ഭക്ഷണം കഴിക്കാൻ. ഇങ്ങനെ ഒരുപാട് ക്യാരക്ടർ പ്രോബ്ലംസ് ഉള്ളൊരു കുട്ടിയായിരുന്നു. ഫോർച്ചുനേറ്റ്ലി എൻ്റെ അടുത്ത് വന്നു, ടോട്ടൽ ചേഞ്ച് സംഭവിച്ചു. ഇപ്പോൾ അത് ഒന്നും എൻ്റെ കഴിവുകൊണ്ടൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, കാരണം ഇതിലൊന്നിലും എനിക്ക് കയ്യില്ല. ഞാൻ വെറും ഒരു സൈൻ ബോർഡ് മാത്രമാണ്, ഒരു വഴികാട്ടി, മനസ്സിലായില്ലേ? ബാക്കിയെല്ലാം മുകളിൽ നിന്ന് തരണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് താങ്കൾക്കൊരു സജഷൻ തരണം എന്നുണ്ടെങ്കിൽ ആ സജഷൻ കറക്റ്റായിട്ട് വരുള്ളൂ, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ അത് പ്രോപ്പർ ആവില്ല. ഒരു നാക്ക് പിഴ മതി, നമ്മൾ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷനായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതിനെല്ലാം ദൈവം അനുഗ്രഹിച്ച് തന്ന്, തമിഴാണ് അവർക്കറിയുന്നത്, എനിക്ക് തമിഴ് ഫ്ലുവൻ്റ് അല്ല. അപ്പോൾ ഇംഗ്ലീഷും തമിഴും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി പറഞ്ഞ് എനിവേ whatever it is, ഷീ സ്റ്റഡിങ് സോ ഗുഡ് നൗ. ഇപ്പോൾ അവളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം എന്നെ വിളിക്കും, എല്ലാ കാര്യങ്ങളും പറയും. കള്ളം പറയുന്ന പരിപാടി നിർത്തി. അങ്ങനെയുള്ള ക്യാരക്ടറിൽ ഭയങ്കര മാറ്റം വന്നു. ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന അവരുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കും. പ്രശ്നങ്ങൾ വരുന്നതിന് ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ടാവാം. 2 നോക്കൂ, ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഞാൻ വായിച്ചു, അമ്മയ്ക്ക് വരുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, സ്ട്രെസ്സോ സ്ട്രെയിനോ അങ്ങനെയുള്ള എന്തും കുട്ടികൾക്ക് ബാധിക്കാം. എന്താ അമ്മയ്ക്ക് വരുന്ന എല്ലാ വിഷയങ്ങളും അല്ല പറഞ്ഞാൽ, മാനസികമായിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അത് കുട്ടികളെ അഫക്റ്റ് ചെയ്യാം, മനസ്സിലായല്ലേ? ആ ഒരു നിലയ്ക്ക് അവിടുന്ന് തുടങ്ങും, ബൈ ബർത്തിൽ തുടങ്ങുകയാണ് കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം. പിന്നെ അവരുടെ സാമൂഹികവും ഇതിനുള്ള ചുറ്റുപാട്, ഫാമിലിയുടെ സറൗണ്ടിങ്സും അതെല്ലാമായിട്ട് കുറേ അങ്ങനെ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, എൻ്റെ അടുത്തൊരു പെൺകുട്ടി വന്നിരുന്നു. ട്രിവാൻഡ്രത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വന്നാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് അവർക്കൊരു തെറാപ്പി വേണമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പ്രശ്നം എന്താണെങ്കിൽ, ആ കുട്ടിയുണ്ട്, അതിൻ്റെ ചേച്ചിയുണ്ട്. ഈ കുട്ടിയെ ചെറുപ്പം മുതൽ വീട്ടിലുള്ളവർ, അതായത് അവർ കൂട്ടുകുടുംബമായിരുന്നു, അവിടെയുള്ളവരൊക്കെ പറഞ്ഞാൽ നിന്നെ കാണാൻ ഭംഗിയില്ല, നിന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, ചേച്ചിയാണ് മിടുക്കി. അങ്ങനെ ഈ കുട്ടി അങ്ങ് തഴഞ്ഞ് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. ചേച്ചിക്കായിരുന്നു എല്ലാ സപ്പോർട്ടും. സോ വാട്ട് ഹാപ്പൻ, ഒരു മെൻ്റൽ ബ്ലോക്ക് ആ മനസ്സിൽ കിടന്നു. ഐ ആം യൂസ്ലെസ്, മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള മൈൻഡ് ബ്ലോക്സ് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ കൊച്ചു കുട്ടികളോടൊക്കെ നീ പഠിക്കാൻ മണ്ടനാണ് അങ്ങനെയൊക്കെ പൊട്ടനാണ്, നിന്നെ കൊണ്ട് കാര്യമില്ല എന്ന് ടീച്ചേഴ്സ് പോലും പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു മൈൻഡ് ബ്ലോക്ക് രൂപപ്പെട്ടു. ഞാനെന്തിനാ പഠിക്കുന്നത്, പഠിച്ചിട്ട് കാര്യമില്ല.
അപ്പൊ ഈ ടീച്ചർമാർ തന്നെയല്ലേ ഇത് തിരിച്ചറിയേണ്ടത്? അവർ തിരിച്ചറിയണം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഹിപ്നോസിസ് എല്ലാവരും പഠിക്കണം എന്ന് പറയുന്നത്? ഇതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ വിദ്യാർത്ഥികളെക്കാളും ആദ്യം മുന്നേ ഇത് പഠിക്കേണ്ട ടീച്ചർമാരല്ലേ? എല്ലാവരും പഠിച്ചിരിക്കണം. കാരണം അവർക്ക് മനസ്സിലാവണം. അവർ കൊടുക്കുന്നത് നോക്കൂ, ഒരു സജഷനാണ്. നിങ്ങൾക്ക് പല്ലുവേദന എടുത്തിട്ട് നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് ചെന്നു, ഓക്കെ, ആക്ച്വലി നിങ്ങൾക്ക് വേദനയില്ല, ആ പല്ല് കേടുണ്ട്, നിങ്ങൾക്ക് അത് എടുക്കണം, മാത്രമേ ഉള്ളൂ. ഡോക്ടർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ്, നോക്കൂ ഞാൻ ഈ പല്ല് എടുക്കാൻ പോവാണ്. എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് നിങ്ങൾക്ക് ഭയങ്കര വേദനയായിരിക്കും, സഹിച്ചേ പറ്റുള്ളൂ കേട്ടോ, അതിന് ഒരു മരുന്നുമില്ല പറഞ്ഞു. അദ്ദേഹം ആ പല്ല് പറിച്ച ഓട്ടന്നെ നിങ്ങൾക്ക് വേദന ഇങ്ങ് തുടങ്ങും. ആ ഒരാഴ്ച കഴിയാതെ നിങ്ങൾ എന്ത് മരുന്ന് കഴിച്ചാലും ആ വേദന പോവില്ല. വൈ? അതോറിറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സ്റ്റുഡൻറ്റിന് ആരാ അതോറിറ്റി? ടീച്ചർ പറയണ യു ആർ യൂസ്ലെസ്, ഒന്നിനും കൊള്ളില്ല, നീ എന്തിനാ പഠിക്കണേ, നീ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞ, വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നില്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളും ടീച്ചർമാരും തന്നെ. അവർക്കുണ്ട്, ഒരു സർട്ടൻ എക്സ്റ്റെന്റ് അവർക്കുണ്ട്, അതോടൊപ്പം വീട്ടുകാർക്കും ഉണ്ട്. കാരണം വീട്ടുകാർ തന്നെ പറയും, റിപ്പീറ്റ് ചെയ്യും, നീ മണ്ടനാണ്, നീ മണ്ടൻ, നിന്നെ കൊണ്ട് എന്തിനുള്ള, നീ ചേട്ടനെ കണ്ടുപിടിക്കല്ല, അപ്പുറത്തെ ആ കുട്ടിയെ കണ്ടുപിടിക്കുക, ഇപ്പുറത്തെ ഈ കുട്ടിയെ കണ്ടുപിടിക്കുക. അപ്പോൾ അവനെന്താ ഉദ്ദേശിക്കുന്നത്? അവർക്കെല്ലാം കഴിയും, എനിക്ക് കഴിയില്ല, ഞാൻ കഴിവില്ലാത്തവനാണ്.